BJP NDA ഒരു ജയിക്കുന്ന പാർട്ടിയല്ല എന്നുള്ള നിലയിൽ വലിയ ഗൗരവത്തിലൊന്നും ആരും എടുത്തിരുന്നില്ല. പക്ഷെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് BJPയും കേരളത്തിൽ ജയിക്കാൻ ഇടയുള്ള പാർട്ടിയാണ് എന്നുള്ള നിലയിൽ ചർച്ചകൾ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ നിശ്ചയിക്കുന്ന പ്രസ്ഥാനമായി NDA ഭാരതീയ ജനതാ പാർട്ടി മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത. നമ്മുടെ ചായക്കടകളിൽ, വായനശാലകളിൽ, എന്തിനേറെ പറയുന്നു, ചാനൽ നിരീക്ഷകന്മാർക്കിടയിൽ പോലും BJP NDA കുറേ സീറ്റുകൾ ജയിക്കും, അത് 5 സീറ്റിൽ ജയിക്കുമോ അല്ലെങ്കിൽ 3 സീറ്റിൽ ജയിക്കുമോ എന്നുള്ളൊരു ചർച്ചയിലേക്ക് കേരള രാഷ്ട്രീയം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവണത. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഇന്നലെയും ഇന്നും പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ കുടുംബ യോഗങ്ങളിലും പ്രചരണ പരിപാടികളിലും പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇവിടുത്തെ നമ്മുടെ സ്ഥാനാർത്ഥി നല്ല ജനകീയമാണ്, വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ പാലക്കാട് മാത്രമല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാനൽ പ്രഖ്യാപിച്ച ഉടൻ തന്നെ സഖാവ് EP ജയരാജൻ വരെ പറഞ്ഞു BJP സ്ഥാനാർത്ഥികളെല്ലാം കൊള്ളാവുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മുടെ എതിരാളികളുടെ പോലും പ്രശംസ കിട്ടിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതിലൊന്നാണ് നമ്മുടെ C. കൃഷ്ണകുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണകുമാറിനെതിരെ ഇവിടെ കാണുന്ന ഒരു ഭയാനകമായ, ഒരു സങ്കടകരമായ, പ്രതിഷേധാർഹമായ പ്രവണത എന്ന് പറയുന്നത് ഇവിടുത്തെ തീവ്രവാദി ഗ്രൂപ്പുകളുമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ധി ചെയ്തിരിക്കുന്നു. ശ്രീനിവാസിനെയും അതുപോലെ സഞ്ജിത്തിനെയും കൊലപ്പെടുത്തിയ കൊലയാളികളാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ. SDPIയുടെ പിന്തുണ കേരളത്തിൽ മുഴുവൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെ എല്ലാ സ്ഥാനാർത്ഥികളും, UDFന്റെ എല്ലാ സ്ഥാനാർത്ഥികളും സ്വാഗതം ചെയ്തു. K. സുധാകരൻ്റെ ഒക്കെ മുഖത്ത് വലിയ സന്തോഷമായി, ഉണ്ണിത്താനൊക്കെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. പക്ഷെ വലിയ ജനവികാരം ഉയർന്നു വന്നപ്പോൾ അവസാനം അവർ VD സതീശൻ UDFന്റെ ഒരു തീരുമാനം എന്ന നിലയിൽ ഒരു പ്രതികരണം നടത്തി. SDPI വോട്ട് വേണ്ടണം എന്നുള്ള നിലയിലാണ് പ്രതികരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ VD സതീശൻ അന്നത്തെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷണ ശൈലിയും കണ്ടാൽ അറിയാം, ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ രാജ്യദ്രോഹികളുടെ വോട്ട് വേണ്ട എന്ന് ധൈര്യത്തിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ PDP അതുപോലെ തന്നെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ, പ്രയോക്താക്കൾ, അതുപോലെ ഇവിടെ SDPI ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രവർത്തിക്കുന്നത്. ആ സിറ്റിംഗ് MPയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, രാഷ്ട്രീയം ശാസ്ത്രം, കണക്ക് ശാസ്ത്രം പോലെയല്ല. UDFന്റെ വോട്ട് കൂട്ടണം, SDPന്റെ വോട്ട് കൂട്ടണം, PDPയുടെ വോട്ട് കൂട്ടണം. സമം വിജയമായിരിക്കില്ല, ദയനീയമായ പരാജയമായിരിക്കും. ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇവിടെ NDAയും അതുപോലെ തന്നെ LDFും തമ്മിലാണ് മത്സരം. സിറ്റിംഗ് MP ചിത്രത്തിൽ പോലും ഇല്ലാത്ത വിധത്തിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവർത്തനം തന്നെ താഴ്ത്തത്തിൽ കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് വിവരം. പൊതുവെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവിടുത്തെ രാഷ്ട്രീയ അജണ്ട ഭാരതീയ ജനതാ പാർട്ടി നിശ്ചയിക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര ശക്തികളാണ് PFI. അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവരിടുന്ന പൊക്കിയെടുത്ത് കൊണ്ടുപോയി എല്ലാറ്റിനെയും ജയിലടച്ചു.
അതോടുകൂടി കുറച്ച് ശാന്തമായി എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവരുമായിട്ട് സഖ്യം ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ശക്തികളുമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് സഖ്യം ഇവരുണ്ടാക്കി. പിണറായി വിജയനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അവർ സ്വീകരിക്കുന്നത്. ഇവിടെ BJP ഉയർത്തുന്ന രാഷ്ട്രീയ നയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് പേരിനെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ ചില ആളുകൾക്ക് പ്രസ്താവന നടത്തേണ്ടി വന്നു. ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. ഇപ്പൊ CAA പ്രശ്നമാണ് ഇവിടെ പ്രധാനമായും ഉന്നയിക്കുന്നത്. CAA പ്രശ്നം നിങ്ങൾക്കറിയാം. പാകിസ്ഥാൻ സ്വതന്ത്രയാകുമ്പോൾ 30% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അത് 3% ചുരുങ്ങി. ഒന്നിക്കിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവരെ കൊല ചെയ്തു, കുറച്ചാളുകൾ തിരട്ടി പിടിച്ചു. ബംഗ്ലാദേശിൽ 28% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ 8% പോലും. അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടത് മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് സിഖുകാരെ കുറിച്ച്, പാഴ്സികളെ കുറിച്ച്, ക്രിസ്ത്യാനികളെ കുറിച്ച്, ഹിന്ദുക്കളെ കുറിച്ച്, ന്യൂനപക്ഷ ഈ ഓടി വന്ന ന്യൂനപക്ഷ സമുദായത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം. പക്ഷേ പിന്നീട് മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ 10 കൊല്ലം ഭരിച്ചിട്ടും ഈ അഭയാർത്ഥി ക്യാമ്പുകൾ പുഴുക്കളെ പോലെ ജീവിക്കുന്ന ആളുകൾക്ക് പൗരത്വം നൽകാൻ സാധിച്ചില്ല. ഇപ്പൊ ഇവര് പറയുന്നത് എന്താണ്? ഇവിടെ ഒറ്റ വിഷയം ചർച്ച ചെയ്യുന്നുള്ളൂ. CAA പേരിൽ മുസ്ലിങ്ങൾക്ക് പൗരത്വം ഇല്ല എന്നാണ് പറയുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ പച്ചക്കള്ളാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ കീഴിൽ ഇന്ത്യയിൽ 5550 വിദേശികൾക്ക് പൗരത്വം കിട്ടി. അതിൽ ഒരാളെ എനിക്ക് പരിചയമുണ്ട്. തലശ്ശേരിയിലുള്ള മുസ്ലിം യുവാവ് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുപോയി കല്യാണം കഴിച്ചു. പ്രണയ വിവാഹമായിരുന്നു. ആ കുട്ടി ഇവിടെ 13 വർഷം താമസിച്ചു. വിസയിലാണ് താമസിക്കുന്നത്. ആ കുട്ടിക്ക് പാകിസ്ഥാനിലെ കറാച്ചിക്കാരിയായ മുസ്ലിം പെൺകുട്ടിക്ക് പൗരത്വം നൽകിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലശ്ശേരിയിൽ അന്വേഷിക്കും. 5550 വിദേശികൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളിൽ പെട്ടവരുണ്ട്, അമേരിക്കക്കാരുണ്ട്, യൂറോപ്പിലുള്ളവരുണ്ട്. അതിൽ ഒരു 107ഓളം മുസ്ലിങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതുപോലെ ഇന്ത്യയിലെ നിലവിലുള്ള പൗരത്വ നിയമത്തിനനുസരിച്ച് ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിക്ക് പൗരത്വം കിട്ടിയതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന, ഭാരതത്തിന്റെ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന ഏതൊരു വിദേശിക്കും പൗരത്വം കിട്ടും. അതിന് മതം ഒരു ഘടകമേ അല്ല. ഇവര് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പൗരത്വത്തിന്റെ വിഷയം മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട വികസനമാണ്. ആ വികസന രാഷ്ട്രീയം ഇവര് 2 വോട്ടുകൾ ചർച്ച ചെയ്യുന്നില്ല, LDFും UDF. കാരണം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് കണ്ടാൽ അറിയാം. കേരളത്തെ വലിയ തോതിൽ പുറകോട്ടെടുപ്പിച്ചത് ഇവരുടെ വികസന വിരുദ്ധ രാഷ്ട്രീയമാണ്. നമ്മുടെ നാട്ടിലെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം യുവാക്കളാണ്. അവര് അഴിമതിയില്ലാത്ത ഭരണത്തെ ഇഷ്ടപ്പെടുന്നത്. അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കാണുമ്പോൾ ആവേശത്തോടു കൂടി പോളിംഗ് ബൂത്തിൽ ചെന്ന് അവർ താമരക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. വളരെ വ്യക്തമാണ്. പാലക്കാട് ശ്രീകൃഷ്ണകുമാർ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വിജയം ഉണ്ടാക്കും. അതിന് നിങ്ങളുടെ പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കും. ഇതിലാണ് എനിക്ക് ഈ SDP പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പോലെ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് PDPയുമായുള്ള ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ. അപ്പൊ അതിനെങ്ങനെ കാണുന്നത്? കമ്മ്യൂണിസ്റ്റും ഈ ഇസ്ലാമിക് ജിഹാദി ഗ്രൂപ്പുകളെ പ്രീണിപ്പിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. പിണറായി ഇപ്പം മുക്കിന് സംഘടിപ്പിക്കുന്നത് പൗരത്വ സംരക്ഷണ റാലിയാണ്. സത്യത്തിൽ അദ്ദേഹം
തൻ്റെ പുത്രി വീണ വിജയൻ സംരക്ഷണ റാലിയാണ് അദ്ദേഹം സംഘടിപ്പിക്കേണ്ടത്. കാരണം മാസപ്പടി, ED അന്വേഷണം, അതുപോലെ തന്നെ അവരുടെ പാർട്ടി നടത്തിയ ബാങ്ക് കൊള്ള, അതിനെല്ലാം ഇതായിട്ട് വലിയ അന്വേഷണങ്ങൾ വരികയാണ്. CPM-ന്റെ കള്ളപ്പണം സൂക്ഷിച്ച ബാങ്ക് അക്കൗണ്ടുകളൊക്കെ മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ ഈ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ് ഇപ്പൊ ഇവിടുത്തെ സ്ഥാനത്ത് ഇസ്ലാമിക് തീവ്രവാദ ഗ്രൂപ്പുകളായിട്ട് സന്ധി ചെയ്തു എന്നാണ് താങ്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ LDF-ഉം BJP-യും തമ്മിലാണ് ഇവിടെയുള്ള മത്സരം വരുന്നത്. അങ്ങനെയല്ല പറയുന്നത് അല്ലേ? കാരണം ജനങ്ങൾ തീവ്രവാദത്തിനോട് അതിശക്തമായ വികാരമുണ്ട്, അഴിമതിക്കെതിരെ വികാരമുള്ളത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ തീവ്രവാദി ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായ വികാരമുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതികരിക്കും. ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ ED അറസ്റ്റ് ചെയ്തതുപോലെ അത്ര തീവ്രമല്ലെങ്കിൽ പോലും സമാനമായ ചില പരാതികളൊക്കെ തന്നെ കേരള മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ED ക്ലിഫ് ഹൗസിലേക്ക് വരാത്തത്? എന്തെങ്കിലും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നത് ഒരു ചോദ്യമാണ് നിങ്ങളെ ചോദ്യത്തിലൂടെ പ്രതികരിച്ചത്. ഈ പിണറായി അദ്ദേഹത്തിനും മകളും ഒക്കെ നടത്തിയിട്ടുള്ള ഈ കൊള്ള അവരെ പെട്ടെന്ന് പിടിച്ചകത്താക്കണം എന്നുള്ള വികാരമാണ് എല്ലാ മേഖലകളിലും ഞാൻ കാണാൻ സാധിക്കുന്നത്. പക്ഷെ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായി അംബേദ്കറെ പോലുള്ള ആളുകൾ രൂപപ്പെടുത്തിയിട്ട് ദേശീയ അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസി പല പ്രമുഖ ലാലു പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളെ, അല്ലെങ്കിൽ രാജ, കനിമൊഴി തുടങ്ങിയ മുതിർന്ന നേതാക്കളെ പിടിച്ചകത്തി. അന്ന് മോദിയോ അമിത്ഷായോ നോക്കിയാണ് ഈ കേന്ദ്ര ഏജൻസി കൈകാര്യം ചെയ്തത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അകത്തായിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അകത്തായതോടുകൂടി കേരളത്തിൽ ഇപ്പോൾ ഒരാൾക്ക് പറ്റില്ല. പിണറായി വിജയന് അദ്ദേഹത്തിനാകെ ബേജാറാണ്. അദ്ദേഹത്തിന്റെ പത്നി കമലയെടുത്തി രാത്രി വീശിക്കൊടുത്തിട്ടും അദ്ദേഹത്തിന് ഉറക്കം കിട്ടാത്ത അവസ്ഥയാണുള്ളത്. പക്ഷേ ഈ അന്വേഷണ ഏജൻസിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആ അന്വേഷണ ഏജൻസിയുടെ ഒരു ക്രൈറ്റീരിയ, കൃത്യമായ തെളിവ്, വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു അന്വേഷണ രീതിയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അവർക്ക് ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അകത്താക്കാൻ പറ്റുകയുള്ളൂ. ചിദംബരത്തിനെതിരെയുള്ള കേസ് 6-7 വർഷം അന്വേഷിക്കേണ്ടി വന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ കയറി അദ്ദേഹം മതിൽ ചാടി രക്ഷപ്പെടാൻ പോകുന്നു. അദ്ദേഹം തിഹാർ ജയിലിൽ കിടന്നു. അദ്ദേഹത്തെ പോലും ഉണ്ടതെന്നിച്ച ഏജൻസിയാണിത്. ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കും, മാസപ്പടിക്കാരിയും അതിന് കൂട്ടുനിന്ന പിണറായി വിജയനും ഒക്കെ ഏറ്റവുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ ഏജൻസിയുടെ ഒരു രീതി അനുസരിച്ച് ഒരു 9 തവണ സമൻസ് അയച്ചിട്ടാണ് അവസാനമാണ് കോടതിയുടെ ഉത്തരവോടുകൂടിയാണ് നമുക്ക് അരവിന്ദ് കെജ്രിവാളിനെ ഈ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം തോമസ് ഐസക്കിനെതിരായിട്ടുള്ള സമൻസുകളും നമ്മുടെ മുമ്പിലുണ്ട്, കോടതിൻ്റെ മുമ്പിലാണുള്ളത്. തീർച്ചയായും ഈ മാസപ്പടി കേസിൻ്റെ അന്വേഷണം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കറുത്ത പോലും അന്വേഷണം സമൻസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അല്പം സമയം നീണ്ടുപോകുമെങ്കിലും കേരളത്തിലെ ഈ കരുവന്നൂർ ബാങ്കിലെയും മാസപ്പടി കേസിലെയും ഞെട്ടിപ്പിക്കുന്ന അഴിമതിക്കാർ, അവർക്കെതിരെ ശക്തമായ നടപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കുറച്ച് സമയം എടുക്കുന്നേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന 15-ാം തീയതി വീണ്ടും കേരളത്തിൽ പ്രചാരണത്തിലെത്തുകയാണ്. ഈ ഭാഗത്ത് കുന്നംകുളത്താണ് രാവിലെ 10 മണിക്ക് നമ്മുടെ 4 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. 12 മണിക്ക് ആറ്റിങ്ങൽ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലെത്തുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞ പോലെ എട്ടക്കം വരുമോ അതോ ഒറ്റക്കം? അല്ല, കേരളത്തിലെ
എല്ലാ മണ്ഡലത്തിലും ഒരു ഓട്ടപ്രദർശനം നടത്തിയ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ BJPയുടെ പ്രവർത്തനത്തിൽ വലിയ ആവേശമാണ് അടിത്തട്ടിൽ കാണുന്നത്. നല്ല അടിയൊഴുക്കുണ്ട്. ആ അടിയൊഴുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് CPM. അതുകൊണ്ടാണ് CPM അല്ല UDFും LDF അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിജയസാധ്യതയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ പല അപവാദ പ്രചരണങ്ങൾ നടക്കുന്നത്. കണ്ണൂരിൽ ജയരാജന്മാരും പിണറായിയുടെ ആശീർവാദത്തോടുകൂടി ജയരാജന്മാർ ബോംബുണ്ടാക്കിയതുപോലും ഭയപ്പെടുത്തി പാർട്ടി ഗ്രാമങ്ങളിലെ അടിയൊഴുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് വളരെ അനുകൂലമാണ്. മോദി പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ മുന്നേറ്റം സൗത്ത് ഇന്ത്യയിലും ഉണ്ടാവും, അതിനൊപ്പം കേരളത്തിലും ഉണ്ടാവും. കൃഷ്ണകുമാറായിട്ടാണ് പറയണത്. നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും കാണുന്ന വ്യക്തിയല്ല. എല്ലാ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എല്ലാത്തിലും ഇടപെട്ടിട്ടൊക്കെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല ആളാണ്. അവരും ജയിച്ചു വരണം. എന്ത് കാര്യത്തിൽ പോയാലും വേഗം എന്തെങ്കിലും ചെയ്യാനും വ്യക്തിക്കാരൊക്കെ അയാൾ എടുത്തുചാടി. ഇവിടെ ഈ നാട്ടുകാരെ എല്ലാ കാര്യത്തിനും പുള്ളി ഇവിടെ വന്ന് എല്ലാത്തിനും എല്ലാ വീടുകളിലും കയറി എല്ലാം മരിച്ചാലും കല്യാണം ആയാലും എന്തായാലും ഒരു നല്ല ഇതിന് വരും. ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എല്ലാം റെഡിയാക്കി തരും. എല്ലാ കാര്യവും ആള് മുൻപന്തിയിലാണ്. നല്ല അഭിപ്രായമാണ്. മൂപ്പര് ഏത് സമയത്തും ആരുമായിട്ട് പോയാലും നല്ലൊരു എങ്കിലും ചെയ്യുന്ന ആളാണ്. മൂപ്പരെ പോലെ ആൾക്കാർ വന്നാലേ നമുക്കൊക്കെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി മനുഷ്യനാണ്. നല്ല മനുഷ്യനാണ്. നല്ല സ്നേഹമുള്ളതാണ്. ആ പുള്ളി വരണം, തീർച്ചയായും വന്നിരിക്കും. പാലക്കാട്ടിലെ പൊതുവാ എഡ്യൂക്കേഷൻ സിസ്റ്റം அவ்வளோக்கா நமக்கு சப்போர்ட் கிடைக்கிறதில்ல. அப்போது கிருஷ்ணகுமார் மாதிரி MP சார் நமக்கு பாலக்காட்டில் கிடைச்சதுன்னா இப்போ இருக்கிற யங்ஸ்டர்ஸுக்கு கண்டிப்பாக ஒரு ஹெல்ப்ஃபுல்லாக இருக்கும். அப்போ கண்டிப்பாக பாலக்காட்டுக்கு MP കൃഷ്ണകുമാർ സാർ കണ്ടിപ്പാ പറഞ്ഞു. ഇതുവരെ എല്ലാം നല്ല അഭിപ്രായം തന്നെ കേട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണകുമാർ നല്ല കാൻഡിഡേറ്റാണ്. നല്ല ഒരാളാണ്. നല്ല പ്രവർത്തകനാണ്. ജനങ്ങൾക്ക് പൊതുസേവനം കൂടുതലുള്ള ആളാണ്. എപ്പോൾ പോയാലും കാണാം, എപ്പോൾ പോയി സംസാരിക്കാം, സാധാരണക്കാർക്ക് സംസാരിക്കാം. ആർക്ക് വേണമെങ്കിൽ എപ്പോൾ പോയാലും എന്ത് കാര്യം പറഞ്ഞാലും സാധിച്ചു തരും. നമ്മുടെ ഇവിടെ ധോണിയില് മറ്റേ PT7ന്റെ ഒരു പ്രക്ഷോഭ പരിപാടിയിലൊക്കെ പുള്ളി അത്രയും നിറഞ്ഞു നിന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാരണി പാലും ഇല്ലേ നമ്മുടെ ഇവിടെ, അവിടെയൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിന് അത് പുതിയൊരു പാലം വേണമെന്നും പറഞ്ഞിട്ട്, അതേപോലെ തന്നെ മറ്റേ മലമ്പുഴ ഡാമിന്റെ ബാക്കിൽ ഒരു പാലം ഇപ്പോഴും പണി കഴിയാണ്ട് നിൽക്കുക. അപ്പൊ അതിലൊക്കെ പുള്ളിയുടെ നല്ലൊരു ഇടപെടൽ നമ്മളതിൽ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഒരു MP-യുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അർഹതയുള്ള ഒരു NDA സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കർക്ക് കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആവണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാട്ടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. പാലക്കാടുകാർ ജയിക്കാൻ കൃഷ്ണകുമാർ MP ആകണം. കേട്ടോ, പാലക്കാട് നിങ്ങളെ മതിയിട്ടോളെ.